ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കാവുങ്കണ്ടം ജയനാശാൻ. ഞാനിന്ന് ചെയ്യുന്ന ഒരു കൊച്ചു വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ വാഴക്കൃഷിയെക്കുറിച്ചാണ്. ഞാൻ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് ഏത്തവാഴ കൃഷിയെ പറ്റിയാണ്. ഞാൻ കഴിഞ്ഞ നവംബർ 1-ാം തീയതി, കഴിഞ്ഞ വർഷം നവംബർ 1-ാം തീയതി ഏത്തവാഴകൾ ഈ പറമ്പിൽ വയ്ക്കുകയുണ്ടായി. അതിൽ നല്ല 2 കൊല വെട്ടിയതാണ് ഇപ്പോൾ ഈ മുറ്റത്തിരിക്കുന്നത്. ഇന്ന് പറമ്പിലൂടെ നടന്നപ്പോൾ കണ്ടു, ഒരു കൊലയിൽ ഒരു കാ പഴുത്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി വെട്ടിയേക്കാമെന്ന് തോന്നി. തൊട്ടപ്പുറേ നിന്ന ഒരു കൊല പരിശോധിച്ചപ്പോൾ അതും നന്നായി മൂത്തു. അങ്ങനെ ഇരുന്നപ്പോൾ ഏത്തവാഴ കൃഷിയെപ്പറ്റി ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് തോന്നിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾക്കുള്ള പുരയിടത്തിൽ നമ്മൾ അലസരായിട്ട് വെറുതെ ഇരിക്കാതെ ഏത്തവാഴ വിത്തുകൾ, അല്ല ഞാലിപ്പൂവനോ പാളയംകോടനോ റോബസ്റ്റയോ എന്തേലുമൊക്കെ വിത്തുകൾ നമ്മൾ നടുക. അത് പിറ്റേ വർഷമാകുമ്പോൾ അത് നമുക്ക് കായ്ഫലം തരും, നമുക്ക് നല്ലൊരു വരുമാനമുണ്ടാക്കാം. ഈ ഒരു ഏത്തവാഴയ്ക്ക് എനിക്ക് മുടക്ക് വെറും 70 രൂപയും എൻ്റെ പണിക്കൂലിയുമാണ് മുടക്ക്. 30 രൂപ കൊടുത്ത് വിത്ത് മേടിച്ചു. പിന്നെ 40 രൂപയുടെ വളം ഒരു വർഷത്തിനകം ചെയ്തിട്ടുണ്ട് ഒരെണ്ണത്തിന്. അങ്ങനെ 40, 30, 70. പിന്നെ എൻ്റെ പ്രയത്നം ഞാൻ അത് കൂലിയായിട്ട് കണക്ക് കൂട്ടുന്നില്ല. മനുഷ്യർക്ക് വ്യായാമം അത്യാവശ്യമാണ്. അങ്ങനെ വ്യായാമം ആയിട്ടാണ് എൻ്റെ അധ്വാനത്തെ ഞാൻ കൂട്ടിയേക്കുന്നത്. ഏതായാലും ഈ പഴുത്ത കായുള്ള കൊല 16.5 കിലോയും, അതിന് വലതുവശത്തിരിക്കുന്ന കൊല, അതിനപ്പുറത്തിരിക്കുന്ന കൊല 15.5 കിലോയുമുണ്ട്. അപ്പോൾ 70 രൂപ മുടക്കി ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ഇത്രയും വലിയ കുലകൾ ലഭിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, അലസരായിട്ടിരിക്കാതെ മുറ്റത്താണേലും സ്ഥലമുണ്ടെങ്കിൽ ഒരു വാഴയെ വെക്കാൻ പറ്റിയുള്ളെങ്കിലും ഒരു വാഴ വച്ചാൽ പിറ്റേ വർഷം വലിയ അധ്വാനവും വലിയ പരിശ്രമവും ഒന്നും കൂടാതെ തന്നെ നമുക്ക് ഈ 16.5 കിലോ 15.5 കിലോ ഒക്കെയുള്ള കുലകൾ ലഭിക്കും. നന്നായി അധ്വാനിക്കുകയും വളവിടുകയും ചെയ്താൽ 25 കിലോ 27 കിലോ 30 കിലോ ഒക്കെയുള്ള കുലകൾ ഉണ്ടാകും. എനിക്കങ്ങനെ ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വളം ചെയ്യുകയും കൃത്യം വളം ചെയ്യുകയും നനയ്ക്കുകയും എല്ലാം ചെയ്ത് അധ്വാനിക്കണം. ഇത് ചുമ്മാ കുഴിച്ചു വെച്ചു, 2-3 പ്രാവശ്യം വളമിട്ടു, അങ്ങനെ 70 രൂപ മുടക്കേ ഉള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ കാര്യമായിട്ട് പരിഗണിക്കണം. നിങ്ങളും അലസരായിട്ടിരിക്കാതെ ചുമ്മാ ഇരിക്കുമ്പോൾ വാഴക്കൃഷി നടത്തണം. വാഴക്കൃഷിയിലൂടെ നമുക്ക് വരുമാനം നേടാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് അടിക്കുക. നന്ദി, നമസ്കാരം.